സോദര സംഗമ സ്നേഹമെന്നും സാദര പൂജിത സമ്മാനം സോദര സംഗമ സ്നേഹമെന്നും സാദര പൂജിത സമ്മാനം സൗവർത്തികങ്ങൾ വിടരും ഗന്ധമഴിഞ്ഞും മെടുകളിൽ തടമലഞ്ഞും തടാകം പിഴി നടന്നും ഒടുവിൽ പുഞ്ചിരി തൂകിടും പൂക്കളെ കണ്ടതും പുഞ്ചിരി തൂകിടും പൂക്കളെ കണ്ടതും കഞ്ചത്തിൽ ചേർന്നങ്ങെടുത്തെടുത്തേ കഞ്ചത്തിൽ ചേർന്നങ്ങെടുത്തെടുത്തേ പാഞ്ചാലി പാടിയിൽ ചേർത്തു വെച്ചേ പാഞ്ചാലി തന്നിൽ അലങ്കരിച്ചേ പാലാഴിനാഥനായി പള്ളി കൊള്ളും വിഭോ പങ്കജലോചന പത്മനാഭ പരിപാവന നീ വേദിയിൽ ഞങ്ങൾ പാടി കളിച്ചിടാൻ
തിരുവാതിര ഉഗ്രൻ. ഒപ്പന പണ്ടത്തെ സൗകുമാരികമൊന്നും കണ്ടില്ല. തിരുവാതിര ഉഗ്രനായിരുന്നു. ഒപ്പന പോരാ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് സ്റ്റേജ് നമ്പർ 1 ആണ്. സ്റ്റേജ് നമ്പർ 1 തിരുവാതിര. എനിവേ ധാരാളം സ്റ്റേജുകളുണ്ട്. എല്ലാ സ്റ്റേജും കവർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സമയക്കുറവിനാൽ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിര കളി ക്ലസ്റ്റർ 3 ഉൾപ്പെടുന്ന 42, 48, 20, 11 എത്രയും വേഗം വേദിയിലെത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിര കളി മത്സരം ക്ലസ്റ്റർ 3 ഉൾപ്പെടുന്ന 20, 11, 42, 48 എത്രയും വേഗം വേദിയിൽ റിപ്പോർട്ട് ചെയ്യണം. തൃശ്ശൂർ തേക്കുംകാട് മൈതാനത്തിലാണ് ഈ വർഷത്തെ കലോത്സവം അരങ്ങേറിയിരിക്കുന്നത്. ഇവിടെ ധാരാളം ഉത്സവങ്ങളും അമ്പലങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ധാരാളം സ്പേസ് ഉണ്ട്. സ്ഥല ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. ധാരാളം സ്പേസുകൾ. 64ാമത് കേരള സ്കൂൾ കലോത്സവം അടിപൊളി. തൊട്ട് നമ്മുടെ പാറമേക്കാവമ്പലം എല്ലാമാണ്. ദൂരദേശത്തു നിന്നുള്ളവർക്ക് എല്ലാം ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. നല്ലൊരു വിരുന്നാണ് കുട്ടികളുടെ. എൻ്റെ പഴയകാല ഓർമ്മകളിൽ ഞാനും കലോത്സവത്തിനൊക്കെ പങ്കെടുത്ത ആളാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നത്. എന്നിട്ട് പഴയ കാലത്തിൻ്റെ അത്രയ്ക്കൊരു ഇതൊന്നും ഞാൻ കണ്ടില്ല. തിരുവാതിര ഉഗ്രനായിരുന്നു, അത്രമാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇതേതാണ്ട് മോഡൽ ബാൻഡ് മേളമാണെന്ന് തോന്നുന്നു. നോക്കിയേക്കാം. അതെ, കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി മാത്രമേ പോയുള്ളൂ. ഹയർ സെക്കൻഡറി ഇത് പ്രൈസ് കിട്ടിയതാണോ? എന്തോ ഇത് കഴിഞ്ഞതാണോ? പ്രൈസ് കിട്ടിയതാ? ഒരിപ്പോ അത് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടോ? കുറച്ച് ആയിക്കോട്ടെ. ഇച്ചിരി മീൻസ് കോട്ടയം അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അല്ല, ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം. യെസ്, ട്രിവാൻഡ്രം ടാർഗറ്റ് സ്കൂൾ അവര്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ട്രിവാൻഡ്രമാണ്. അവരൊരു ട്രയൽ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. സമയമുണ്ടാവുമോ? പിള്ളേരെ വേഗം തുടങ്ങൂ. തിരുവാതിര ഏതായാലും ഉഗ്രനായിരുന്നു. റെഡി, സ്റ്റാർട്ട് പറയൂ. സ്റ്റാർട്ടാകുന്നില്ല. നല്ല വെയിലില്ല. പിള്ളേരോട് അത് പിള്ളേർ വെയിൽ കൊണ്ട് അവസരമാകുന്നു. അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പോവാ, തുടങ്ങുന്നില്ല പിന്നെ എന്തിനാ? പ്ലീസ് സ്റ്റാർട്ട്. മൈക്ക് ഓണാക്കാതെയാണ്.
ചൂടിൻ്റെ കഠിനത എല്ലാവരെയും വലയ്ക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പിടിച്ചു നിൽക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് ഉണ്ട്, അതൊന്ന് തുടങ്ങൂ. റെഡി 1 2 3. ഓക്കേ, ഇനി അടുത്തത്